നമസ്കാരം നാദിർഷ, ഏഷ്യാനെറ്റ് റേഡിയോ നിയാസാണ്. നമസ്കാരം. ഇപ്പോൾ ഒരു വാർത്ത ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സെലിംകുമാർ മഹാനടന് യാത്രാമൊഴിയുന്നു അല്ലേ? അതെ അതെ, സെലിംകുമാർ ഓർമ്മയായി. ഞാൻ സെലിംകുമാറിന്റെ വീട്ടിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. സെലിമിന്റെ നമ്പറിൽ തന്നെ ഞാൻ വിളിച്ചത്. അവന് ഞാൻ വിളിച്ചപ്പോ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. ഹലോ, പരേതൻ സെലിംകുമാർ സ്പീക്കിംഗ് എന്ന് പറഞ്ഞു. സെലിമിനെ അറ്റൻഡ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമായിട്ടോ, എന്നെ മഹാനടൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ടാ, അത് കലക്കിയില്ലെന്നു. ഞാൻ പറഞ്ഞ കലക്കിടാ. അപ്പൊ ഏതായാലും എടാ ഞാൻ മരിച്ചെങ്കിലും ഉമ്മാരെന്നെ മഹാനടന്ന് പറയുമല്ലേ? ഞാൻ പറഞ്ഞു അതൊക്കെ പറയൂടാ, അത് ഏതെല്ലാം ഭാഗ്യമായി കാണാൻ പറഞ്ഞു അവന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവനിപ്പോ അതൊരു വലിയ പ്രത്യേകതയില്ല. കാരണം ഒരാഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ. അതിന്റെ ഇതെന്താന്നറിയോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലൊക്കെ കാര്യം പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു ചർച്ച വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഒന്ന് തിന്നാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇവരുടെയൊക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും ഭാര്യമാര് പിരിയും എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ നടന്നിട്ട് അത് പിരിയിപ്പിച്ച് തന്നെ അടങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കുടുംബം തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് പുറകെ നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇത് ഒരു പണിയില്ലാതെ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് അയാൾ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിന് വാട്സാപ്പും ഫേസ്ബുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, അതിനെല്ലാം ഇത്രയും ഇങ്ങനെ ബോറാക്കുന്നതിന് അതൊന്നും ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോഴെന്തായാലും അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയേണ്ടി വന്നു, ഞാൻ മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ വിളിക്കാനാണ് ആദ്യം പോയത്. അപ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടില്ല, കാരണം അത്രയധികം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മരിച്ചില്ല എന്ന് അദ്ദേഹം സലീം പറഞ്ഞതിന്റെ അടുത്ത്, എടാ ഞാൻ എന്റെ മരണവാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തെ ചിലരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് ഇനി സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് മരിക്കാം. അവൻ പറഞ്ഞു എന്റെ അടുത്ത്, ഇനി ഞാൻ സമ്മതിക്കൂല, ഇനി ഇപ്പൊ എല്ലാവരും മഹാനടൻ എന്ന് പറഞ്ഞു, ഇനി അതിന്റെ താഴേക്ക് പോകാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. എല്ലാവരും ഒരുപാട് ആൾക്കാർ വിളിക്കണ്ട്. ഇതിനിടയിൽ പല നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വിളിച്ചിട്ട്, അതെ എന്താ വിശേഷം? ഞാൻ പറഞ്ഞ വിശേഷമൊന്നുമില്ല. അല്ല എന്താ വേറെ വിശേഷങ്ങൾ? ഞാൻ പറഞ്ഞ സെലീം കുമാർ അറിയാൻ വേണ്ടി വിളിച്ചാണോ? അല്ലാതെ ഇങ്ങനെ ഞാൻ പറഞ്ഞു മരിച്ചിട്ടില്ല. ഇത് 2-3 ആൾക്കാർ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വിളിക്കണ്ട്. അതെ, തുറന്ന് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അതെ, അഡ്ജസ്റ്റ് ചെയ്തൊരു വിളിയൊക്കെ വിളിക്കണ്ട എന്റെ പേരില്. ഓക്കെ, അപ്പൊ എന്തായാലും ഏഷ്യാനെറ്റ് റേഡിയോയിലൂടെ ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളെ അറിയിച്ചിരിക്കണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ നാദിർഷ, സെലിംകുമാർ നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.